അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. അപ്പം നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പം ഇന്നൊരു ഷോപ്പ് പണിയാനാ. KFC എങ്ങനെയുണ്ട്? KFC ഒന്നുമല്ല, വേറെ എന്തെങ്കിലും പണിയാണ്. അതെന്തില്ല ഏട്ടെ. എന്തായാലും ഫുഡൊക്കെ കിട്ടാവുന്ന നല്ല സ്റ്റോർ പണിയാനാ. അത് പണിയുന്ന സ്ഥലം ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കാതെ സിറ്റി പണിയും, മിഡിൽ സ്റ്റൈലിൽ ഒരു വില്ലേജ് പോലെ. അപ്പം ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്കത് ഈ ഒരു പാർക്കറൊക്കെ ഒന്ന് പൊട്ടിക്കേണ്ടി വരും. അതൊക്കെ എന്തായാലും പോട്ടെ. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. ഫ്രണ്ട്സ് ഉണ്ടോ നോക്കുന്നതിന് മുന്നേ അത് റെൻഡർ ഡിസ്റ്റൻസ് ഹൈ ആണോ നോക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കാം. ഇപ്പം ആരും കാണത്തില്ല നിലവിൽ. റെൻഡർ ഡിസ്റ്റൻസ് 5 കിടക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇതാണെന്നും പറഞ്ഞാൽ കയറിയത്. ഈയിടെ ഒന്ന് റീസ്റ്റോർ ചെയ്തേ ഉള്ളൂ. എന്നിട്ട് 15 ദിവസം പോലും ആയിട്ടില്ല, 10 ദിവസം പോലും ആയിട്ടില്ല. അതിന് പിന്നെ ഇപ്പോൾ ഇത് 64-48 GB എങ്ങാണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തില്ലോട്ടെ, ഞാനപ്പോൾ ഈ റിസോഴ്സ് എല്ലാം ഒന്ന് എടുത്തു. ഇതാ അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ഫ്രെയിം അങ്ങ് ഉണ്ടാക്കാം. പിന്നെ എനിക്ക് 3 ഡയമണ്ടും കൂടി കിട്ടിയായിരുന്നു. നമുക്ക് ഫോർസും ചെയ്യാം. ഇതുണ്ടോ? അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇതിനെ ഡീസ്ലൈറ്റ് ബ്രേക്ക് ആക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ആക്കട്ടെ. ആദ്യം ഇവിടെ കുറച്ച് ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്തു. ഞാൻ അടുത്ത് ഇത്രയും കൂടി. ഇത് മതിയാവുമെന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു കേവ് കാണുന്നുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് ബൗണ്ടറി ഒന്ന് വരയ്ക്കാം. സ്പ്രൂസ് വുഡ് വെച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇവിടം വരെ ആദ്യത്തെ ഇത് വരുന്നത്. കഴിഞ്ഞ് ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് പോകണം. PC കളിച്ചിട്ട് ഫോൺ കളിക്കുമ്പോൾ എന്താ പോലെ ഉണ്ടോ? എൻ്റെ PC പണി വാളിയായിരുന്നു ഈയിടെ. പറ്റുമെങ്കിൽ ഞാനൊരു ദിവസം ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ഫുള്ള് വരച്ചിട്ടു. ഇതുപോലെ ഉണ്ട്. ഇത് കണ്ടോ? ഇനി ഇത് ഇങ്ങോട്ടും കൂടി ഒന്ന് വരയ്ക്കണം. അപ്പോൾ അതും കൂടി വരയ്ക്കട്ടെ. ഇത് ഇങ്ങോട്ട് ഇത്രയും വേണ്ട. അപ്പോൾ PC-യിൽ എങ്ങനെയും ഞാൻ ചിലപ്പോൾ ശരിയാക്കാൻ ചാൻസ് കുറവാണ്. എന്നാണെങ്കിലും ശരിയാക്കുവാണെങ്കിൽ ഞാൻ കളിക്കാം. എങ്കിലും കളിക്കത്തില്ല ഗൈസ്. ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല. ചുമ്മാ ഒരു ഓഫീസ് PC-യാണ്. അതിനകത്ത് മൈൻക്രാഫ്റ്റ് ഏറ്റവും ലോയസ്റ്റ് റെൻഡർ ഡിസ്റ്റൻസ് ഇട്ടൊന്ന് ഓടിയാൽ തന്നെ അത് ലാഗിൻ്റെ പൂരമാണ്. ഇതൊരു ബ്ലോക്കും കൂടി താഴോട്ടാക്കണോ? ഒരിതും കൂടി ഉണ്ടാക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നു, നല്ലതായിട്ട് തോന്നുന്നത്. അതിനെക്കാട്ടി നല്ല ഒരു ബ്ലോക്കും കൂടി ഇതായിട്ട് ഇതാക്കുന്ന. ഓക്കെ, ചാടി വെക്കാം. ഇവിടെ അല്ല. ഓക്കെ, അതും കൂടി വെച്ച് ഞാൻ ഇനി ഈ ഒരു സൈഡും കൂടി വെച്ച് ഇത് ഇപ്പോൾ ഔട്ട്ലൈൻ ഫുള്ള് വരച്ചിട്ടു. റൂഫും കൂടി ഉണ്ട്. റൂഫ് ഏത് ടൈപ്പ്, ഇങ്ങനെ ഫ്ലാറ്റ് റൂഫാണോ അതോ മേൽക്കൂരയാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇനി നൈറ്റ് ആവുന്നു. എനിക്കൊന്ന് ഉറങ്ങണം. അതിന് മുമ്പ് ഫോർസ് 3 പിക്കാക്സ് എടുക്കാം. ഈ ഡയമണ്ട് 3 ഇവിടെ അങ്ങ് വെക്കാം. പിക്കാക്സ് എടുക്കാം. ഫുള്ള് മൈൻഡ് ചെയ്യാം. എൻ്റെ കാൽക്കുലേഷൻസ് ശരിയാണ്. ഇപ്പോൾ ഒരു 9 എണ്ണം കിട്ടും. 8 എണ്ണം കിട്ടിയുള്ളൂ. ഒരെണ്ണം ഒന്നും തന്നില്ല. മാക്സിമം 9, മിനിമം 3.
ഓക്കെ, അപ്പോൾ എഴുന്നേറ്റു. നിങ്ങൾ പിന്നെ ഷെയർഡർ പാക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. 4-5 ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഏതിൽ ഷോമി ലോഗോ നല്ലതെന്ന്. ഒന്നും കൂടി നിങ്ങളൊന്ന് തന്നെ വോട്ട് ചെയ്യണേ. എൻ്റെ ഫോൺ ഷോമി റെഡ്മി നോട്ട് 8 പ്രോയാണ്. പിന്നെ ഒരു കാര്യം, പുതിയതായിട്ട് കളിക്കുന്നതായതുകൊണ്ട് ഇവരെ കാണുമ്പോൾ എങ്ങനെ തലയ്ക്ക് ഒരു നല്ല ലൂട്ടൊന്നും തരത്തില്ല. പിന്നെ ലെതർ കിട്ടാൻ ഇവിടെ പശ ഒന്നും വരികയില്ല, അതുകൊണ്ട് ഇവനെയും കൂടി ഒന്നും പറയണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് ഡീപ് സ്ലേറ്റൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം പോയായിരുന്നു കുറച്ചും കൂടി. ഇതന്നെ എനിക്ക് ഡീപ് സ്ലേറ്റിൽ ആ പോളിഷ്ഡ് വേർഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ? ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ, എന്നിട്ട് വരാം എങ്ങനെയാന്ന്. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കോബിൾഡൊന്നും അടിക്കാൻ പോയപ്പോൾ കോബിൾ സ്റ്റോണിൻ്റെ കാര്യം ഓർത്ത്. അപ്പോഴാണ് ഓർത്ത് സിൽറ്റ് കേസ് കൊണ്ട് അത് മൈൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ സിൽറ്റ് കൊണ്ട് ഇത് മൈൻഡ് ചെയ്ത്. കോബിൾ സ്റ്റോണിൽ നിന്നല്ലേ വീഴുന്നത്. അപ്പോൾ അത് ഫോർച്യൂൺ വെച്ച് മൈൻഡ് ചെയ്താലേ, അല്ലെങ്കിൽ ഫോർസ് സിൽറ്റ് ഇല്ലാത്ത ഏതെങ്കിലും കൊണ്ട് മൈൻഡ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതും കൂടി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കോബിൾഡ് ഡീപ് സ്ലേറ്റ് കിട്ടി. അപ്പം കോബിൾഡ് ഡീപ് സ്ലേറ്റ് കൊണ്ട് ഞാൻ ഇതൊന്നും ഉണ്ടായിക്കോട്ടെ, അല്ല മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് പൂ ഇടുന്നെടുത്തായിരുന്നു, അതും കൂടി ഒന്ന് അവിടെ വെക്കട്ടെ. അറിയാതെ ബ്രേക്ക് ചെയ്തു, അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ട്രീ നട്ടിട്ട് പൊട്ടിച്ചായിരുന്നു അനിയത്തിക്ക് ബേസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ. അതിനി 35 എങ്ങാണ്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഇടുന്നോട്ടെ. പിന്നെ ഈ മഞ്ഞപ്പൂവും കൂടി ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു, അതും കൂടി അവിടെ വെക്കട്ടെ. നീ ഇവിടെ ഇരുന്നു. ഓക്കെ, അപ്പം ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാം. കണ്ടില്ല, ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിക്കാക്സ് മാറ്റിയതേ ഉള്ളൂ. ഞാൻ സ്റ്റോൺ കട്ടറിൽ വെച്ച് നോക്കി, ഫർണസിൽ വെച്ച് നോക്കി, അങ്ങനെ 2-4 സാധനത്തിലെല്ലാം വെച്ച് നോക്കി, എന്നിട്ടും ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫുള്ളൊന്ന് ബിൽഡ് ചെയ്യട്ടെ. അതിന് മുന്നേ ഇവിടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വുഡൊന്നും എടുത്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമുക്കിവിടെ. പറക്കുമെന്ന് തോന്നുന്നില്ലത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളൊന്ന് ബിൽഡ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ പകുതി ഒന്ന് ബിൽഡ് ചെയ്തു. ഒരു പ്രോഗ്രസ് വരാൻ വന്നോ, ഞാൻ അറിയാതെ ഇതിവിടെ എല്ലാം വെക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ ഈ വാളെല്ലാം ഒന്ന് വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കൊരു ഗ്ലാസ് പെയിൻ വെക്കണം. ഇതുണ്ട്, ഇവിടെ കുറച്ച് ഗ്ലാസ് പെയിൻ വെക്കാനാ. അപ്പം ഇതിവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയല്ലോ. ഇവിടെ ഗ്ലാസ് പെയിനെ ചേരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി പിന്നെ ഇത് ഇങ്ങോട്ടൊന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ ഗ്ലാസ് പെയിനെ ചേരുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇത് വീട് വരെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് പെയിൻ ഒപ്പിക്കാനേ ഡെസേർട്ട് വരെ, അല്ല ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. തൊട്ട് ദൂരെയുള്ള ബീച്ച്. 10,000-2000 ബ്ലോക്ക് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു സീ കണ്ടുപിടിച്ച് അതിൻ്റെ അടുത്ത് ബീച്ചുണ്ട്, ചെറിയൊരു ബീച്ച്. ഓക്കെ, അപ്പം കുറച്ച് ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കോമ്പസ് കൂടി എടുക്കുക. ഓക്കെ, ഞാൻ എല്ലാം അവിടെ വെച്ചു. ചങ്കെല്ലാം ഒന്ന് ലോഡാവുന്നേ ഉള്ളൂ, ഒന്ന് ലോഡാവാൻ വെയിറ്റ് ചെയ്യട്ടെ. കറങ്ങി തിരിഞ്ഞ് വഴി തെറ്റുമെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം ശരിയാണ്. ഈ വഴി നേരെ പോയാൽ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് എത്തും. എത്തി.
ഇവിടെ 4-5 പേലോക്ക് ഗാർഡനുണ്ട്. ഞാനിപ്പം നേരെ ഞാൻ ഇവിടെ എല്ലാം നോക്കട്ടെ. പേലോക്ക് എന്ത് ചെയ്യുന്നു ഒന്ന് കറങ്ങട്ടെ. ആ ചങ്കെല്ലാം ഒന്ന് ലോഡാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു പ്ലെയിൻസ് ബയം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ ഒരു ലെസ് പ്ലേസീസിൻ്റെ കാര്യം ഓർമ്മ കേട്ടോ. എനിക്ക് മൈൻക്രാഫ്റ്റ് എന്നാന്ന് പോലും അറിയത്തില്ലെന്ന്. ഇത് നമ്മുടെ ഇതാ ഡാർക്കൊക്കെ നൈസ് കറങ്ങി ചിരിക്കുന്ന ഇതേ പേലൊക്കെ. അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. ക്രീക്കിങ്ങിൻ്റെ അടി കൊള്ളാമെന്ന് എനിക്ക് വയ്യ. പേലൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അധികം. ഏതെങ്കിലും ക്രിയേറ്റീവ് വേൾഡ് തുടങ്ങി 2 തവണ കണ്ട് കയറിയതേ ഉള്ളൂ. ഉള്ളിലോട്ടൊന്നും ഞാൻ കയറിയിട്ടില്ല. അന്ന് എനിക്ക് ടൈം നമ്മുടെ ഡാർക്കോക്കിന് തൊട്ടടുത്തൊരു ഓഷ്യൻ. ഇപ്പം 5 മിനിറ്റ് എഴുതിയില്ലോ. 12,000 ബ്ലോക്കൊന്നും പോകണ്ട. 500 ബ്ലോക്ക് പോലും ഇല്ല. ഇതിലോട്ട് നമുക്ക് ഈ സാൻഡെല്ലാം അങ്ങ് മൈൻ ചെയ്യാം. എൻ്റെ ആർമറിലോട്ട് ആക്വാഫിനിറ്റി ഒന്ന് ആഡ് ചെയ്യണം. ഡയമണ്ട് ആർമറിലോട്ട് ഇപ്പോൾ ഒരു എൻചാൻറ്റും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നിലും എൻചാൻറ്റ് ഇല്ലെന്ന് തോന്നുന്നത്. അല്ല, ഉണ്ട്. നമ്മുടെ റെസ്പിറേഷൻ ഉണ്ട്. അത് കണ്ടോ അവിടെ പയ്യെ ഇത് കുറയുന്നുള്ളൂ, ബബിൾസ് കൂട്ടുന്നുള്ളൂ. എൻ്റെ സിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ കേഴ്സർ ബൈൻഡിങ്ങും വാനിഷിങ്ങും ഇല്ല. വാനിഷിങ് ഉണ്ടായിരുന്നു തോന്നുന്നു, ഏതൊരു പിക്കാക്സിനാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഗ്രൈൻഡ് സ്റ്റോണിൽ ഇട്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വേറെ പക്ഷേ അത് 1-2 ഉണ്ടായിരുന്നു തോന്നുന്നു. 1 ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് എടുത്ത ടൂൾസും ആർമറും ഇപ്പോൾ ഇട്ടേക്കുന്നേ. ഷിപ്പ് 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ ഷെൽക്കർ ഷെല്ല് അവരെ അടിക്കുമ്പോൾ അവർ പോകും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം 3 ഷെല്ല് എനിക്ക് കിട്ടിയുള്ളൂ. അതിൽ 2 വെച്ച് ഞാൻ ഉണ്ടാക്കി ഒരു ഷെൽക്കർ ബോക്സ്. പിന്നെ എൻഡർ ചെസ്റ്റിന് കാര്യം പറയുവാണെങ്കിൽ അത് 2-3 ഉണ്ട് എൻ്റെ കയ്യിൽ. അവിടെ നിന്ന് തന്നെ കിട്ടിയത്, ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ കോമ്പസ് നോക്കിയൊന്ന് ബേസിലോട്ട് എത്തട്ടെ. ബേസ് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇത് ആ ഒരു ഡയറക്ഷനിൽ നേരെ പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താം. 500 ബ്ലോക്ക് പോലും വേണം. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ സാൻഡ് ഒന്ന് സ്പെൽറ്റ് ചെയ്യാൻ വെക്കാം. അതുകൊണ്ട് വേറെ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ബേസ് എല്ലാം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫൈനൽ റിസൾട്ട് ആകുമ്പോൾ നിങ്ങളെ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ്, ഞാനിത് ഇവിടെ റൂഫ് പണിയാൻ തുടങ്ങി. അപ്പം കുറച്ച് ബ്ലോക്ക് എൻ്റെ കയ്യിലില്ല, അതും കൂടി ഞാൻ എടുക്കട്ടെ. റൂഫ് പണിത് കഴിഞ്ഞ് വീണ്ടും വരാം. എൻ്റെ അനിയത്തി ഗെയിമിലോട്ട് വന്നായിരുന്നു, പോയി. അതെനിക്ക് വരുന്നെടുക്കാൻ പറ്റിയില്ല. അതെന്തിലോട്ടെ ഞാനിത് ഇവിടെ ഇത്രയും പണി തീർത്തു, കുറച്ചും കൂടി മതി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ശരിക്കും പണി ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് ഫുള്ള് പണിത് കഴിഞ്ഞ് ഇനി ഇൻറ്റീരിയർ ഡിസൈനും കൂടി ഉള്ളൂ. ഇത് ഞാനൊന്ന് പൊട്ടിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഇനി ഇൻറ്റീരിയറും കൂടി ചെയ്താൽ മതി. ഇവിടെ സ്റ്റെപ്പ് വെച്ചില്ല. ഓക്കെ, ഇൻറ്റീരിയർ ഞാനിത് ഇവിടെ ചെസ്റ്റ് വെക്കാം. ഇവിടെ തന്നെ നമുക്ക് 1 എൻ്റെ കയ്യിലുള്ളൂ. അവിടെ ഞാൻ 1 വെച്ചാൽ അത് പൊട്ടിച്ചെടുക്കാം. ഇത് അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഡബിൾ ചെസ്റ്റ് ആക്കാം. കുട പോലെ വല്ലതൊക്കെ ഉണ്ട്, അതിനകത്തിട്ടാൽ മതി. ഓക്കെ, അപ്പം നമുക്കിനി കുറേ ഭാവിയിൽ ഇനി ഇവിടെ റെസ്റ്റോൺ പരിപാടി വേണം ചെയ്യാം. സീക്രട്ട് ബേസിൻ്റെ റെഡ്സ്റ്റോണൊന്നുമല്ല, പകരം ഞാനിതിപ്പം കസ്റ്റമറായിട്ട് വരുവാണെങ്കിൽ എനിക്ക് എന്നതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഓർഡർ, അതൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിൽ ഒരു ക്ലിക്ക്, അതായത് ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ആ ഐറ്റം ഫ്രെയിമിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതിലൊരു ക്ലിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഐറ്റം കിട്ടണം. അപ്പോൾ ഞാൻ ഇത്ര പരിപാടി ചെയ്തു. ഓക്കെ, അപ്പം ഞാനത് ഇവിടെ ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റും.
ഇനി ഒരു ടേബിളൊക്കെ വേണ്ടേ. പിന്നെ ഇനി ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് പറ. എനിക്ക് കുറച്ച് സാധനങ്ങൾ, ഇതുണ്ടാക്കണം, ഒരു പ്രഷർ പ്ലേറ്റും പിന്നെ ഒരു ഫെൻസ് ഗേറ്റും. ഇതിങ്ങനെ കണ്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പയ്യെ മറക്കാൻ തുടങ്ങി ക്രാഫ്റ്റിംഗ് റെസിപ്പിയൊക്കെ. അതിങ്ങോട്ട് ഓക്കെ. ഒരു പ്രഷർ പ്ലേറ്റ് കിട്ടി, അതിനെ മണ്ടേ വെക്കാം. ഒരു കുഞ്ഞ് ടേബിള്, ഒരു മിഡിവിൽ സ്റ്റൈല്. അത്രയ്ക്ക് മിഡിവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സുധിയണ്ണൻ്റെ അത്രയ്ക്ക് പവറൊന്നും എൻ്റെ ഇല്ല. സുധിയണ്ണൻ്റെ PC എന്നാണോ ശരിയാവുന്നത്? സുധിയണ്ണൻ്റെ PC ശരിയാവുകയാണെങ്കിൽ എനിക്ക് സുധിയണ്ണൻ്റെ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രഷർ പ്ലേറ്റ് വെച്ചു. ഇത് കണ്ടില്ലേ, എൻ്റെ ബേസിന് പോലും ഇല്ല ഇത്രയും ലുക്ക്. ഇത്രയ്ക്ക് ഞാനങ്ങ് ബിൽഡിങ്ങൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ബിൽഡിങ്ങിൻ്റെ ABC ഒക്കെ ഇപ്പം അറിയാം. ഈ പണ്ട് എനിക്ക് ഈ ബിൽഡിങ്ങിനകത്ത് മറ്റേ ഇൻട്രാക്റ്റബിൾ ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതായത് ബാരൽ കൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫ്ലോർ ഉണ്ടാക്കില്ല, അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ എന്താ പറയുക, കുറച്ച് ഇൻവെൻട്രി എല്ലാം മാനേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി. ഒരു മുട്ടത്തലേനെ വെച്ച് ഇവിടെ ഇൻഷൻസ് ഇന്ത്യയിലത്തെ സ്കള്ളം കൊണ്ട് ഇവിടെ സ്മോക്കർ 2 വെച്ച്, അവിടെ ഒരു ചെസ്റ്റും വെച്ച്. കണ്ടോ, പറന്നൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പിന്നെ പ്ലാറ്റിനും ഉണ്ട്. അതില്ലെങ്കിൽ അല്ലാണ്ട് അയൺ. ഞാൻ നേരെ നയൻ്റെ പായിലോട്ട് കൊടുത്തു എന്തിലോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റിനും അല്ലല്ലോ, ഞാൻ ഇവിടെ ഒരു ബ്ലോക്കർ ചെയ്ത് വെച്ചു. മിസ്ക്ലിക്ക് എന്തിലോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാ കട. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് എവരി മൺഡേ ടു ഫ്രൈഡേ, സൺഡേ അല്ല ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ഇതാ ഷോപ്പ്. ഞാൻ കസ്റ്റമറാ കേട്ടോ, കണ്ടോ, ഞാൻ കസ്റ്റമറാ. ഞാൻ ബിൽഡറൊന്നുമല്ല, ഞാൻ കസ്റ്റമറാ. ഇവിടെ നിന്ന് എനിക്ക് കഴിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇതിവിടെ വച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് ഞാൻ വീഡിയോ ഇല്ലാത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ പിന്നെ കാണാം. എല്ലാവരും ടാറ്റ ബൈ ബൈ.